നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് ആളുകളുമായി അടുത്തിടപഴകാനും സ്നേഹത്തോടെ പെരുമാറാനും വലിയ ഇഷ്ടമാണല്ലേ. ഒരു സഹായം ചോദിച്ചാൽ നോ പറയാൻ മടി കാണിക്കുന്നവരാണ് നമ്മളിൽ പലരും. മറ്റൊരാളെ സഹായിക്കുന്നത്, ആരോടും നോ പറയാതെ എല്ലാം ഏറ്റെടുക്കുന്നത്, ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നന്മയുള്ള മനുഷ്യരാകുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ വളരെ നല്ലയാളെന്ന നമ്മുടെ ഇമേജ് നമുക്ക് തന്നെ കെണിയാകാറുണ്ടോ എന്ന്? അമിതമായ ചില സൗഹൃദം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ സമയം, ഊർജം, അവസാനം നിങ്ങളുടെ ആത്മാഭിമാനം പോലും ഇത് കവർന്നെടുത്തേക്കാം. പ്രപഞ്ചത്തിലെ ഒരു അടിസ്ഥാന നിയമമുണ്ട്: എളുപ്പത്തിൽ ലഭ്യമായ ഒന്നിനും ആരും വലിയ വില കൽപ്പിക്കാറില്ല എന്നത്. ഇതൊരു കയ്പുള്ള സത്യമാണ്. നിങ്ങളെപ്പോഴും എല്ലാവർക്കും ലഭ്യമാണെങ്കിൽ ആളുകൾ നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ പരിശ്രമത്തിനും നിങ്ങളുടെ വ്യക്തിത്വത്തിനും ഒടുവിൽ നിങ്ങളെ തന്നെയും വില കൽപ്പിക്കാതെയാകും. ഇത് കേൾക്കുമ്പോൾ വിഷമം തോന്നാം, പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്. എന്താണ് ഈ അമിതമായ സൗഹൃദം എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളെപ്പോഴെങ്കിലും ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ഓഫീസിൽ എല്ലാവർക്കും എളുപ്പത്തിൽ സമീപിക്കാവുന്ന വ്യക്തി നിങ്ങളാണോ? നിങ്ങളുടെ സഹപ്രവർത്തകരുടെ ജോലികൾ പോലും നിങ്ങൾ ഏറ്റെടുക്കാറുണ്ടോ? ഷിഫ്റ്റുകൾ മാറാനും അധിക സമയം ജോലി ചെയ്യാനും ആരുടെയും ഒരു നോ കേൾക്കാത്തത് കൊണ്ട് അവർ നിങ്ങളുടെ അടുത്ത് മാത്രം വരുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ നോ പറയാൻ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളില്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടക്കില്ലെന്ന് അവർ കരുതുന്നുണ്ടാകാം. സത്യത്തിൽ അവർക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പോലും നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങളെ വിളിക്കുന്നവരാണോ അധികവും? നിങ്ങൾ അവർക്ക് എളുപ്പത്തിൽ ലഭ്യമായ ഒരു സഹായ കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താൻ പോലും കഴിയാതെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്വകാര്യ സമയം, കുടുംബസമയം, വിശ്രമം എന്നിവ കളയുന്ന അവസ്ഥ. എല്ലാ ക്ഷണങ്ങൾക്കും യെസ് പറഞ്ഞ് അവസാനം ക്ഷീണിച്ച് തളർന്നു പോകുന്ന ഒരു അനുഭവമുണ്ടോ? അതായത് സ്വന്തം സമയം പോലും നിങ്ങളുടെ കൈകളിലില്ലാത്ത അവസ്ഥ പലർക്കും ഉണ്ടാവാറുണ്ട്. ഒരു ചർച്ചയിൽ നിങ്ങളുടെ യഥാർത്ഥ അഭിപ്രായം തുറന്നു പറയാൻ മടിച്ച് ആരെയും വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഗുഡ് പേഴ്സണായി മാറിയോ? നിങ്ങളുടെ ഉള്ളിലുള്ള സത്യം പറയാതിരിക്കുമ്പോൾ നിങ്ങളല്ലാതാവുകയാണ്. നിങ്ങളുടെ അഭിപ്രായത്തിന് പിന്നെ എന്താണ് വില? നിങ്ങൾ എപ്പോഴും എസ് പറയുന്നത് കൊണ്ട് ആരും നിങ്ങളുടെ നോയെ വില കൽപ്പിക്കാനും പോകുന്നില്ല. ഈ അവസ്ഥകളിലൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ ലഭ്യമായ ഒന്നായി മാറുകയാണ്. അതിൻ്റെ ഫലം എന്തായിരിക്കും? എളുപ്പത്തിൽ ലഭ്യമായ ഒന്നിനും ആരും വലിയ വില കൽപ്പിക്കാറില്ല എന്നതാണ് വസ്തുത. ഈ തത്വം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ എപ്പോഴും ലഭ്യമാണെങ്കിൽ ആളുകൾ നിങ്ങളുടെ കഴിവും സമയവും ഒരു പരിമിതിയായി കാണില്ല. അവർ നിങ്ങളെ ഒരു വ്യക്തിയായി കാണുന്നില്ല. നിങ്ങളെപ്പോഴും എസ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് നിങ്ങളുടെ നോ എന്ന വാക്കിൻ്റെ വില മനസ്സിലാകാതെയാകും. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക്, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിലയില്ലാതാകും. നിങ്ങളുടെ വാക്കുകൾക്ക് തന്നെ ശക്തിയില്ലാതാകും. മറ്റുള്ളവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം ഊർജം തീരും. ഇത് നിങ്ങളിൽ വലിയ മാനസിക പിരിമുറുക്കവും ഉത്കണ്ഠയും ക്ഷീണവും ഉണ്ടാക്കും. ഒടുവിൽ നിങ്ങളെ ചൂഷണം ചെയ്യുന്നവരോട് നിങ്ങൾക്ക് വെറുപ്പ് തോന്നിത്തുടങ്ങും. ഇത് നിങ്ങളുടെ ഉള്ളിലെ സമാധാനം കെടുത്തുകയാണ് ചെയ്യുക. നിങ്ങളുടെ അതിരുകൾ നിങ്ങൾ സംരക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുക. നിങ്ങളുടെ സ്വപ്നങ്ങളും ഹോബികളും വ്യക്തിപരമായ സന്തോഷങ്ങളും നിങ്ങൾക്ക് മാറ്റിവെക്കേണ്ടി വരും. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾ ബലികഴിക്കുന്ന അവസ്ഥ വരും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു എളുപ്പത്തിൽ ലഭ്യമായ ഒരു വ്യക്തിയായി മാറുന്നത്? ഇതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. നമ്മളുടെ സമൂഹത്തിലും നമ്മുടെ ഉള്ളിലും സൂക്ഷ്മമായി ഇത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ഒരു നല്ല കാര്യമായി നമ്മൾ പഠിച്ചു വളരും. പ്രത്യേകിച്ചും കേരളത്തിൽ കൂട്ടായ്മയ്ക്കും പരസ്പര സഹായത്തിനും വലിയ പ്രാധാന്യമാണുള്ളത്. എന്നാൽ ഇത് അമിതമാകുമ്പോൾ നമ്മളെ ദോഷകരമായി തന്നെ ബാധിക്കും. നോ പറഞ്ഞാൽ ആളുകൾക്ക് എന്നോട് ദേഷ്യം വരുമോ, എന്നെ ഒറ്റപ്പെടുത്തുമോ, എൻ്റെ ജോലി നഷ്ടപ്പെടുമോ? ഈ ഭയം പലരെയും അതിരുകൾ വെക്കുന്നതിൽ നിന്ന് തടയും. എല്ലാവരെയും സന്തോഷിപ്പിക്കാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഒരു വലിയ സമ്മർദ്ദമുണ്ടാക്കുന്നു. നിങ്ങളുടെ സ്വന്തം മൂല്യം നിങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ അംഗീകാരം നേടാൻ വേണ്ടി നിങ്ങൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകും. നിങ്ങളുടെ സന്തോഷത്തേക്കാൾ മറ്റൊരാളുടെ ചിരിക്ക് നിങ്ങൾ പ്രാധാന്യം നൽകി തുടങ്ങും. ഇത് അഭിമാനക്കുറവിൻ്റെ ലക്ഷണമാണ്. പലപ്പോഴും ഒരു നോ പറയുമ്പോൾ ചെറിയൊരു തർക്കമോ അസ്വാരസ്യമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ഒരു ചെറിയ നിമിഷത്തെ അസ്വാഭാവികത ഒഴിവാക്കാൻ നമ്മൾ എസ് എന്ന് പറയും. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. നല്ല മനുഷ്യനാകണം എന്ന ചിന്ത ഒരു തെറ്റല്ല. എന്നാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ സന്തോഷത്തെയും സമാധാനത്തെയും ബലികഴിക്കുക എന്നതല്ല. നല്ല മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അതിരുകൾ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയും.
അപ്പോൾ ഈ ശീലം എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നോക്കാം. എളുപ്പത്തിൽ ലഭ്യമായ ഒന്നിനും വിലയില്ല എന്ന തത്വം നിങ്ങളുടെ ശക്തിയാക്കി മാറ്റാൻ പഠിക്കുക. ഇത് സാധ്യമാണ്, നിങ്ങൾക്കിതിന് കഴിയും. നിങ്ങളുടെ സമയവും ഊർജവും വ്യക്തിപരമായ ഇടവും വിലപ്പെട്ടതാണ്. ഇത് ആദ്യം നിങ്ങൾ സ്വയം അംഗീകരിക്കണം. നിങ്ങളൊരു വ്യക്തിയാണ്, ഒരു സേവനദാതാവല്ല. നിങ്ങളുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പ്രാധാന്യമുണ്ട്. നോ എന്നത് ഒരു പൂർണ്ണ വാക്യമാണ്. അധികം വിശദീകരണങ്ങൾ ആവശ്യമില്ല. ഇല്ല, എനിക്കിപ്പോൾ കഴിയില്ല എന്ന് സ്നേഹത്തോടെയും എന്നാൽ ഉറച്ച സ്വരത്തിലും പറയാൻ പഠിക്കുക. ഉദാഹരണത്തിന്, ക്ഷമിക്കണം, ഇപ്പോൾ എനിക്ക് സാധിക്കില്ല, നൽകിയതിൽ സന്തോഷം, പക്ഷേ എൻ്റെ ഷെഡ്യൂൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു, ഈ സമയത്ത് എനിക്ക് പറ്റില്ല, മറ്റൊരു സമയത്ത് നോക്കാം, ഇന്നിങ്ങനെ പറയാൻ നമ്മൾ ശീലിക്കുക. നിങ്ങളുടെ ജോലി, സുഹൃത്ത് ബന്ധങ്ങൾ, കുടുംബം, എല്ലാ മേഖലകളിലും വ്യക്തമായ അതിരുകൾ വയ്ക്കുക. എത്ര സമയം നിങ്ങൾക്ക് നൽകാം, എന്ത് സഹായം ചെയ്യാമെന്ന് മുൻകൂട്ടി വ്യക്തമാക്കുക. ഇത് മറ്റുള്ളവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ സന്തോഷവും ആരോഗ്യവും ഉറപ്പാക്കുക. സ്വയം പരിപാലിക്കുന്നത് സ്വാർത്ഥതയല്ല, അത് അത്യാവശ്യമാണ്. നിങ്ങൾ സന്തോഷവാനാണെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ യഥാർത്ഥത്തിൽ സഹായിക്കാൻ കഴിയൂ. ഒരു തവണ നോ പറഞ്ഞാൽ പിന്നെ എസ് എന്ന് പറഞ്ഞാൽ ആരും നിങ്ങളെ ഗൗനിക്കില്ല. നിങ്ങളുടെ അതിരുകളിൽ ഉറച്ചു നിൽക്കുക. തുടർച്ചയായി നിങ്ങളുടെ സമീപനം ആളുകളെ നിങ്ങളുടെ അതിരുകൾ മനസ്സിലാക്കാൻ പഠിപ്പിക്കും. യഥാർത്ഥ സുഹൃത്തുക്കളും നിങ്ങളെ ബഹുമാനിക്കുന്നവരും നിങ്ങളുടെ അതിരുകളെ അംഗീകരിക്കുകയും ചെയ്യും. അല്ലാത്തവർ നിങ്ങളെ ചൂഷണം ചെയ്യുന്നവരാണ്. അവരെ തിരിച്ചറിയുക. അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കുക. ഓർക്കുക, നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ ഉള്ളിലാണ്. അത് മറ്റുള്ളവരുടെ അംഗീകാരത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. നിങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാവാതിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മൂല്യം ഉയർത്തുകയാണ്. അപ്പോൾ മാത്രമേ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കൂ. അവർക്ക് നിങ്ങളെ ഒരു വ്യക്തിയായി വിലമതിക്കാൻ സാധിക്കൂ. അമിത സൗഹൃദമാണ് നമ്മൾ മതിയാക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുക്കണം. ആരോഗ്യകരമായ അതിരുകൾ സ്ഥാപിക്കണം. കാരണം നിങ്ങൾ അതിന് അർഹനാണ്. നിങ്ങളുടെ സന്തോഷവും സമാധാനവുമാണ് ഏറ്റവും വലുത്.